പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ വചനം, ശിഷ്യത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ വചനം. വചനം വായിക്കും തോറും നമ്മുടെ അകത്ത് ജീവൻ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. വചനം നമ്മൾ എത്രത്തോളം വചനത്തോട് ദാഹം വരുന്നുവോ അത്രത്തോളം ദൈവത്തോട് നമുക്ക് ഭയങ്കര ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഇവിടെ വചനത്തിൽ ഞാൻ ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് അനുഭവിക്കാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗത്ത് ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളിനോ അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഈ വചനം നമ്മൾ അന്വേഷിക്കണം. ബൈബിൾ എടുത്ത് ഇത് നമ്മൾ കണ്ടെത്തണം. ഇത് നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ്. ഈ വചനത്തിന്റെ പുറകെ നമ്മൾ പോകണം. വചനം വായിക്കും തോറും നമുക്ക് ദൈവമായിട്ട് ഭയങ്കര ബന്ധമുണ്ടാകും. വചനത്തിൽ ജീവന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും. ജീവൻ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. വചനം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത് കാണാൻ കഴിയും. കാരണം കർത്താവിന്റെ വാക്കാണ്, കർത്താവ് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് സുഖപ്പെടട്ടെ എന്ന് പറയുമ്പോൾ സൗഖ്യം വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. വചനത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തില് ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തുടക്കം. ദൈവത്തിന്റെ ചൈതന്യം ഇന്ന് ഭൂമിയിൽ മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ചൈതന്യം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ആ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ കരുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒത്തിരി വേദനയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഒത്തിരി വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട എന്നൊക്കെ കർത്താവ് നമ്മോട് പറയുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുവാൻ ഇടയാകും. പ്രിയമുള്ളവർ, ദുഃഖത്തോടെ ഇരിക്കുന്നവന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവന്റെ വചനമാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് അർത്ഥം. ബാക്കിയുള്ളവരെ ആശ്വസിപ്പിച്ചാൽ അത് യഥാർത്ഥ ഒരു ആശ്വാസത്തിലേക്ക് വരികയില്ല. യേശു ആശ്വസിപ്പിച്ചാലോ അത് പൂർണ്ണ ആശ്വാസം അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഒരു രോഗി ഡോക്ടറുടെ അടുക്കൽ പോയി ചികിത്സ നേടിയാൽ കിട്ടുന്നേക്കാൾ പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്
യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ്. യേശുവാണ് സൗഖ്യദായകൻ. യേശുവിൻ്റെ വചനം നിന്നെ സുഖപ്പെടുത്തും. ഡോക്ടറിന്റെ അടുക്കൽ പോകേണ്ടെന്നല്ല. ഏറ്റവും വലിയ വൈദ്യനും ഏറ്റവും വലിയ ഔഷധവും ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സൗഖ്യവും യേശുവിൻ്റെ അടുക്കലാണ്. യേശു സുഖപ്പെടുത്തി കാണിച്ച ദൈവമാണ്. മരിച്ചവനെ എഴുന്നേൽപ്പിച്ച ദൈവമാണ്. വിശ്വസിക്കാമോ യേശുവിൽ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വചനം വായിക്കാമോ? ഈ വചനം ധ്യാനിക്കാമോ? ഈ വചനത്തോട് കൂടെ ജീവിക്കാമോ? ഈ വചന ഹൃദയത്തിൽ പ്രാവർത്തികമാക്കാമോ? വചനം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ഈ വചനത്തിലൂടെ പോയാലുണ്ടല്ലോ സ്വർഗത്തിലെത്തും. നമുക്ക് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനം അത് രക്ഷയ്ക്കുള്ള വചനം, അത് ജീവനിലേക്കുള്ള വചനം, അത് അനുഗ്രഹിക്കുന്ന വചനം, എപ്പോഴും സുഖപ്പെടുത്തുന്ന വചനം, എപ്പോഴും ഞങ്ങളെ ബലപ്പെടുത്തുന്ന വചനം, അത് ഞങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യത്തക്ക വിധം നീ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.